ഇന്ത്യയെ കണ്ടെത്തിയ രാഷ്ട്രശില്പി ജവഹർലാൽ നെഹ്റുവിന്റെ ഓർമ്മ ദിനമാണിന്ന്. ചിതറി നിന്ന മനുഷ്യരെ കൂട്ടിപ്പിടിച്ച മതേതരവാദിയായിരുന്നു അദ്ദേഹം. മരണപ്പെട്ട് 60 വർഷം പിന്നിടുമ്പോഴും നെഹ്റുവും അദ്ദേഹത്തിന്റെ ഭരണമികവും രാജ്യം കൃത്യമായി ചർച്ച ചെയ്യുന്നുണ്ട്. ആധുനിക ഇന്ത്യയെ രൂപപ്പെടുത്തിയതും വളർത്തിയതും നെഹ്റുവിന്റെ ദർശനങ്ങളും നയങ്ങളുമായിരുന്നു. വൈവിധ്യമാർന്ന മതങ്ങളും ഭാഷകളും സംസ്കാരങ്ങളുമുള്ള ഒരു രാജ്യത്ത് വർഗീയതയുടെ വിഷം കലക്കുന്നതിലല്ല, മറിച്ച് ജനതയുടെ ഐക്യം സംരക്ഷിക്കുന്നതിലാണ് ഊന്നൽ നൽകേണ്ടതെന്ന് വിശ്വസിച്ച പ്രധാനമന്ത്രിയായിരുന്നു നെഹ്റു. വ്യാവസായികവൽക്കരണത്തിലൂടെയും ശാസ്ത്രീയ പുരോഗതിയിലൂടെയും ഇന്ത്യയെ നവീകരിക്കാനാണ് നെഹ്റു ലക്ഷ്യമിട്ടത്. നിരവധി പൊതുമേഖലാ സംരംഭങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. പഞ്ചവത്സര പദ്ധതികളിലൂടെ രാജ്യത്തിന്റെ വികസനം ത്വരിതപ്പെടുത്തി. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പോലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നിരവധി ഗവേഷണ ലബോറട്ടറികളും സ്ഥാപിക്കപ്പെട്ടു. അരനൂറ്റാണ്ടിന് മുൻപ് ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ച് ചിന്തിച്ച് പ്രവർത്തിച്ചിരുന്ന ഒരു പ്രധാനമന്ത്രി ഇന്നത്തെ പ്രധാനമന്ത്രിയുടെയും അനുയായികളുടെയും ഉറക്കം കെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് മരിച്ച് 60 വർഷം കഴിയുമ്പോഴും നെഹ്റുവിനെതിരെ ആരോപണങ്ങളും അസത്യങ്ങളും നിലവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അനുയായികളും പ്രചരിപ്പിക്കുന്നത്.